അയില കൊണ്ടൊരു തോരനാണ്. 4 അയില, ഇടത്തര അയിലയാണത്. പുഴുങ്ങി ഉപ്പും മുളകും ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയതാണ്. അതിലെ ചേരുവകളാണ് കറിവേപ്പില, വറ്റൽമുളക് ഒരു 5-6 ഉണ്ട്, കുറച്ച് എരിവുണ്ടാവാൻ. ചെറിയ ഉള്ളി ഇത്ര ഉണ്ട്. ചെറിയതായതുകൊണ്ട് അങ്ങനെ എടുക്കാം. വലിയ ഉള്ളി എടുക്കാം. നാളികേരം, കടുകും മുളകും, ഉപ്പ്, വെളിച്ചെണ്ണ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. പാത്രം അടുപ്പിൽ വെച്ചു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് വെച്ച് പോവുകയാണ്. വെളിച്ചെണ്ണ ചൂടാവാൻ. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കിന് ഈ ചേരുവകൾ പൊടിച്ചിട്ട് കൊണ്ടുവരാം. നാളികേരം, വറ്റൽമുളക്, ഇതിലേക്ക് പച്ചമുളകും ചേർക്കാം. എനിക്ക് പച്ചമുളകിനെക്കാട്ടിലും കുറച്ചും കൂടി നന്നായി തോന്നുന്നത് വറ്റൽമുളകാണ്, ചുവന്ന മുളകാണ്. ചെറിയുള്ളി ഇതൊന്ന് പൊടിഞ്ഞതിൻ്റെ ശേഷം ഇട്ടാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക്, മുളക് ഒക്കെ പൊട്ടിച്ചിട്ട് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കരുവേപ്പിൻ്റെ ഇല ഇട്ട് നാളികേരമിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നാളികേരത്തിൽ കുറച്ചിട്ടാൽ മതി. മീനൊന്ന് ഉടച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് മീന്. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തു. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ച് കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് നേരം, എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അയില വേവിച്ചെടുക്കുക. അയിലും തന്നെ നല്ല അളിഞ്ഞ് വേവിക്കരുത്. അപ്പം മുള്ളും മാംസം കൂടി ഒപ്പം പോരും. അപ്പോൾ ഒന്ന് പതുക്കെ വേവാനേ പാടുള്ളൂ. അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി പാത്രത്തേക്ക് മാറ്റാം.